അല്ല അങ്ങനെയല്ല അതിൽ ബ്രോ, ഞാൻ ഇതിൽ പറയുന്നുണ്ടല്ലോ ആദ്യം, ഇത് ഞാൻ പറയുന്നതല്ല, എനിക്ക് ഒരാൾ അയച്ചു തന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്. എനിക്ക് അവനാണ് ആവശ്യം, നിനക്ക് അങ്ങനെ അയച്ചെങ്കിൽ എനിക്ക് അവനെയാണ് ആവശ്യം. എന്റെ പൊന്നതിൽ നിന്ന് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലല്ലേ അവന് പേര് മൊഴിയാൻ പറ്റൂ. അങ്ങനെ ഒരു ആളില്ല. അവനൊരു കഥ അങ്ങ് അടിച്ചിറക്കി, ഇതാണ് സംഭവം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാര്യം മനസ്സിലായോ? കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഒരു അണ്ണം വന്നിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ അതിർ ബ്ലോഗ് 50,000 രൂപ വാങ്ങി, രാജ് ടോക്സ് കുറച്ച് ലക്ഷങ്ങൾ വാങ്ങി, ദവർ കുറെ പണം വാങ്ങി, ദിവർ കുറെ പണം വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വെച്ചങ്ങണ്ണൻ അടിച്ചു. അടിച്ചപ്പോൾ അണ്ണൻ വിചാരിച്ചില്ല അണ്ണൻ പണി വാളും എന്നുള്ള സാധനം. അണ്ണന് പണി വാളി. അണ്ണനെ അതിൽ വിളിച്ച് സംസാരിച്ചു. ലൈറ്റായിട്ട് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടൺ എവിടെയും നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. അതേ പ്ലക്കനെ ഹൈപ്പ് ബട്ടൺ താഴെ വരികയാണെങ്കിലും അവിടെയും പ്ലക്കനെ വെച്ച് കൊടുക്കുക. കമന്റ് ബോക്സിൽ പട്ടയെന്നൊരു 2-3 കമന്റ് അങ്ങ് ഇടുക, ഒരു ലൈക്ക് കൂടെ അടിക്കുക. കൂടുതൽ അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കുറേ ആളുകൾ കുറേ നാളത്തെ അവരുടെ കഷ്ടകാലവും അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ കൊണ്ട് ഇന്ന് അവർ വലിയ നിലയിൽ നിൽക്കുന്നു. അപ്പോൾ 2 തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ യൂട്യൂബിലുള്ളത്. ഒന്ന്, നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്ന, നല്ല രീതിയിൽ കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് യൂട്യൂബേഴ്സും, നല്ല രീതിയിൽ പണം സമ്പാദിക്കാം എന്നെങ്കിലും നല്ല വ്യൂസ് കിട്ടും എന്ന് ചിന്തിക്കുന്ന കുറേ യൂട്യൂബേഴ്സും. പക്ഷേ ഇപ്പോൾ വലിയ തോതിൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്ന, വലിയ രീതിയിലുള്ള റവന്യൂ ഉണ്ടാക്കുന്ന പല യൂട്യൂബേഴ്സും വർഷങ്ങൾ കൊണ്ട് അവർ പല പല വിഷയങ്ങളിൽ സംസാരിച്ച് അവർ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുത്ത് ആ ഓഡിയൻസിലേക്ക് ഇവൻ പറയുന്ന സാധനം റിലവൻ്റ് ആണ്, ജെനുവിൻ ആണ്, ഇവൻ സത്യമാണ് പറയുന്നതെന്ന് ചിന്തിച്ചിട്ടാണ് അവർ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഈ എത്താൻ വേണ്ടിയിട്ട് ഇവർ 2, 3, 4 വർഷം എടുത്തിട്ടുണ്ട്. ഇത്രയും വർഷങ്ങളുടെ പ്രയത്നത്തിലാണ് ഇന്ന് അവർ കാണുന്ന നിലയിൽ അവർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന പുതിയ കുറച്ച് ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രവേഴ്സി അങ്ങോട്ട് പെടച്ചു വിട്ടുക, വയറിളക സെറ്റപ്പ്, കാശ് സമ്പാദിക്കുക, ഈ ഒരു ഷോർട്ട് കട്ടിലൂടെയാണ് പല ആൾക്കാരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഷോർട്ട് കട്ടിലൂടെ ഒരു അണ്ണൻ വന്ന് കുറച്ച് നാളുകൾ കൊണ്ട് ചറപറ വീഡിയോ ചെയ്യുന്നുണ്ട്. 10-40K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അണ്ണൻ വന്നിട്ട് ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു, വിനുവിൻ്റെ PR ആണല്ലോ കണക്ക്. അണ്ണൻ ഒരു കഥ അങ്ങോട്ട് ഇറക്കി, ഒരു കണക്ക് അങ്ങോട്ട് ഇറക്കി. വിനു അനുമോൾക്ക് ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു. ഇത് കുറച്ച് ദിവസമായി കേട്ടോ ഓടാൻ തുടങ്ങിയിട്ട്. ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്ത്. ഈ ലിസ്റ്റിനകത്ത് അനുവിന് വേണ്ടി വിനു ചെലവാക്കിയ ഫണ്ടാണ്. ഹോസ്പിറ്റലുകളിൽ 38,500 ഹോസ്പിറ്റലിന് മുമ്പിൽ പോയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫോണില്ലെങ്കിൽ നമ്മൾ സെറ്റിപ്പ് ചെയ്തതിന് അങ്ങനെ ഹോസ്പിറ്റലിന് മുമ്പിൽ പോയി ചെയ്താൽ ഇത് മറ്റേ ബിഗ് ബോസിൽ അനുവിൻ്റെ വീഡിയോയ്ക്ക് താഴെ പോസിറ്റീവ് കമന്റ് ഇടാനും പ്രോത്സാഹിപ്പിക്കാനുള്ള കമന്റിന് ഒരു പൈസ, റീചാർജ് ചെയ്തതിന് ഒരു പൈസ, സമ്മർ മീഡിയക്ക് കൊടുത്തത് 5 ലക്ഷം രൂപ, രാജ് ടോക്സിന് കൊടുത്തത് 2 ലക്ഷം രൂപ, അതിൽ നിന്ന് കൊടുത്ത് 50,000. പൊന്നെണ്ണ 50,000 അതിലൊന്നും ചെയ്യത്തൊന്നും ഇല്ല. എന്താണ് പറയുന്നത്? അതേഴ്സ്, മിസ്ലേനിയസ് എക്സ്പെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതേഴ്സ് ഒരു എമൗണ്ട്, ആന്ധ്ര, തമിഴ്, ഹിന്ദി വോട്ട് ഒരു എമൗണ്ട്, വിനുവിൻ്റെ സ്റ്റാഫിന് ഒരു എമൗണ്ട്, മൊത്തം 16,82,150 രൂപ അനുവിനെ ജയിപ്പിക്കാനായിട്ട് വിനു മുടക്കിയിട്ടുണ്ട്. എന്നിട്ട് വിനു ഇതൊരു സാമൂഹ്യ സേവനം എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏതായാലും ഇവൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇവ ഊളത്തര പറയുന്നത് നമുക്ക് മനസ്സിലായി, പുള്ളിക്കാരന് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ നമുക്ക് പുള്ളിക്കാരൻ പറയുന്ന കണക്ക് വില പട്ടികകളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എത്ര 15,650 വിനു പറയുന്ന റീചാർജിന്റെ ചെലവ്. അതായത് ഇപ്പോൾ കുറെ പ്രായമായവരുടെ ചെറിയ ഫോണല്ലേ, അപ്പോൾ അവരുടെ സിം എന്ത് ചെയ്യും, ആൻഡ്രോയിഡ് ഫോണിലേക്കോ ഐഫോണിലേക്കോ വലിയ ഫോണിലേക്ക് ഇട്ടുകൊണ്ട് അത് റീചാർജ് ഉണ്ടാവില്ല. അപ്പോൾ റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾക്ക് വോട്ട് പിടിച്ചത്. ഓക്കെ, അതിനുശേഷം സമ്മർ മീഡിയ. എൻ്റെ പൊന്നെണ്ണ, ഈ അണ്ണൻ പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ വിനുവിൻ്റെ ഒരു സുഹൃത്ത് ഈ അണ്ണൻ അയച്ചു കൊടുത്ത ലിസ്റ്റാണ് ഈ കാണിക്കുന്നത്. ഈ ലിസ്റ്റ് പ്രകാരം 16 ലക്ഷം പൈസയോളം അനുവിൻ്റെ PR-ന് വേണ്ടി ചെലവാക്കി എന്നുള്ളതാണ്. അതായത് ബേസിക്കലി റീചാർജിന് വേണ്ടി 15,650 രൂപ എന്ന എക്സാക്റ്റ് കണക്കാണ് അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതായത് വിനു അനുമോൾക്ക് വേണ്ടി ഇതാക്കിയ കണക്ക് വിനു ഒരു പേപ്പറിൽ എഴുതി വിനുവിൻ്റെ ഫ്രണ്ടിന് കൊടുക്കുന്നു. വിനുവിൻ്റെ ഫ്രണ്ട് അത് ഫോട്ടോ എടുത്ത് ലിവിന് അയച്ചു കൊടുക്കുന്നു. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് മറ്റേ ഇതിനകത്ത് എഴുതി ഇങ്ങനെയൊക്കെ ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് അണ്ണൻ പറയുന്നത്. ബാക്കി പറ. 5 ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത്. ഇത് ഒരു കാര്യം അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത് ആ കാര്യം കൂടി ഞാൻ പറയാം. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ അതെന്താണ് ഇപ്പൊ പറയുന്നില്ല, അങ്ങനെ ഒരു സാധനമേ പറയുന്നില്ല. എന്തൊക്കെ ലാസ്റ്റ് വരെ കാണണമല്ലോ, എന്നാലേ ദമ്പടി കിട്ടൂ. അതിനുശേഷം രാജ് ടാൾസിന് 2 ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടുത്തത്. കൊടുത്തിട്ടില്ല, അതിനൊക്കെ ഞാൻ വരുന്നുണ്ട്. നിങ്ങളെല്ലാം എന്റെ അണ്ണ കൊടുത്തോ കൊടുത്തില്ലയോ?
നിങ്ങളിപ്പോൾ കൊടുത്തെന്നാണോ പറയുന്നത്? അതായത് അനുമോൾക്ക് വിനു ഒരു ലിസ്റ്റ് കൊടുത്തു, ഇത്ര രൂപയാണ് നമ്മൾ ചിലവായതെന്ന്. അതിനകത്ത് 16,82,150 രൂപയുണ്ട്. ഇതിൽ 2 ലക്ഷം രാജ് ടോക്സിനും 50,000 അതുൽ വ്ലോഗ്സിനും 5 ലക്ഷം സമ്മർ മീഡിയയ്ക്കുള്ള അത് കൊടുത്തില്ല. അത് കൊടുക്കാൻ പോകുന്നുള്ളൂ. കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്തെന്ന് പറഞ്ഞ് ബില്ല് കാണിച്ചില്ലേ? ശരി, പറ. പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വരുന്നത് അതുൽ 50,000 രൂപയാണ്. അതുൽ വ്ലോഗ്സ് ഇല്ലേ, ചങ്ങായിക്ക് 50,000 രൂപയാണ് കൊടുത്തത്. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ചാനൽ, പിന്നീട് യൂട്യൂബിലുള്ള ചെറിയ ചാനൽ, യുമാർക്ക് മൊത്തത്തിലായി 2,50,000 രൂപയാണ്. ശരിക്കും നിനക്ക് എത്ര കിട്ടി? നിന്റെ പരിപാടി ഈ ഒരു പരിപാടിക്ക് എത്ര രൂപ കിട്ടി? എങ്ങനെ ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാ? ഇത് ഏതെങ്കിലും പേര് കോൺടാക്ട് ചെയ്യും, നമുക്കാരും പൈസ ഒന്നും തരുന്നില്ലല്ലോ. ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാജ് ടോക്സ് ആയാലും സമ്മർ മീഡിയയിലും അതുൽ വ്ലോഗ്സ് ആയാലും ഇവര് ഈ ബിഗ് ബോസിന്റെ സമയത്ത് 4-5 വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്, ലൈവ് അപ്ഡേറ്റ് ഇടുന്നവരാണ്, എപ്പിസോഡ് വൈസ് ആയിട്ടുള്ള ഇടുന്നവരാണ്, മറ്റു കോൺട്രവേഴ്സികൾ ഇടുന്നവരാണ്. ഇവരുടെ വീഡിയോയുടെ അളവെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഈ 50,000 രൂപ എന്ന് പറയുന്നത് എൻ്റെ ഒരു യൂട്യൂബിലെ അറിവ് പ്രകാരം അതുൽ വ്ലോഗ്സിന് ബിഗ് ബോസിന്റെ പീരീഡ് ഇല്ല, ബിഗ് ബോസിന്റെ സമയത്ത് മൂക്കിപ്പൊടി വലിക്കാൻ പുള്ളി ഉണ്ടാക്കുന്ന എമൗണ്ട് ആയിരിക്കും ഈ 50,000 രൂപ. ഇതൊക്കെ പുള്ളി പുട്ടുപോലെ ഉണ്ടാക്കുന്ന സാധനമാണ് നിങ്ങൾ ഈ 50,000 രൂപ എന്ന് പറയുന്നത്. രാജ് ടോക്സിന് 2 ലക്ഷം, സമ്മർ മീഡിയയ്ക്ക് 5 ലക്ഷം എന്നൊക്കെ പറയുന്നത് അവരുടെ ചാനലിന്റെ ക്രെഡിബിലിറ്റി കളഞ്ഞിട്ട് അവനൊരു 5 ലക്ഷം രൂപ മേടിച്ച് ഞാൻ ഈ വർഷം സെറ്റ് ആണ്. അടുത്ത വർഷം തൊട്ട് പിന്നെ നമുക്ക് വീഡിയോ ഒന്നുമില്ല, നമുക്ക് ക്രെഡിബിലിറ്റി ഇല്ല, നമ്മൾ എന്നവർ ചെയ്യുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. സീക്രട്ട് ഏജന്റ് അദ്ദേഹത്തിന്റെ വിശദമായിട്ടുള്ള എമൗണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു ഈ 3 മാസം കൊണ്ട് ഉണ്ടാക്കിയത്. 6 ലക്ഷം, 7 ലക്ഷം, 6 ലക്ഷം, ഇതൊക്കെയാണ് ഇവർ യൂട്യൂബിൽ നിന്നുണ്ടാക്കുന്ന എമൗണ്ട്. നമ്മളിപ്പോൾ റീച്ച് ഇല്ലാത്തല്ലോ കേട്ടോ, വലിയ വ്യൂസ് ഉള്ളവരുടെ കാര്യം പറയുന്നത്. അപ്പൊ ഈ 6 ലക്ഷം 7 ലക്ഷം ഒരു മാസം ഉണ്ടാക്കുന്ന ഒരാൾ, അത് സീക്രട്ട് ഏജന്റ് 2-3 വീഡിയോ മാക്സിമം എടുത്തുള്ളൂ. പക്ഷെ ഇവരങ്ങനെയുമല്ല, ഇവര് കൂടുതൽ അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുകയും അവർക്കുണ്ടാകുന്ന ഇമോഷൻസ് ജനങ്ങളിലേക്ക് അറിയിക്കുകയും അവരുടെ സപ്പോർട്ട് അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചാനലുകളാണ്. അത് അവരുടെ യുക്തിക്ക് അനുസരിച്ച് സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അത് അവരുടെ അഭിപ്രായം അടിയറവ് പറഞ്ഞിട്ട് ചെയ്തെന്നാണ് നമ്മുടെ ഈ അണ്ണൻ അവകാശപ്പെടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അണ്ണൻ ആരാണ്ട് പൈസ മേടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് തോന്നുന്നത്. ഇനി ഇതാണ് അണ്ണൻ എടുത്തിട്ടുള്ള ലിസ്റ്റ്. ഇത് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ എങ്ങാണ്ടെന്ന് കയറിയിട്ട് ഒരു ബില്ല് റെസിപ്റ്റിന്റെ ഫോട്ടോ ആണ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് പിക്സാർട്ടിലോട്ട് അങ്ങോട്ട് കയറ്റി അണ്ണൻ കുറെ സാധനങ്ങൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കയറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു കണ്ടന്റ് അങ്ങ് ഉണ്ടാക്കി. എൻ്റെ പൊന്നു ബ്രോ, ഇങ്ങനൊരു കണ്ടന്റ് ഉണ്ടാക്കി ഇടുമ്പോഴത്തേനും ഇത് എന്നാ വലിയ വള്ളിക്കെട്ടാണ് നിങ്ങൾ കയറി പിടിച്ചെന്നറിയോ? യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അണ്ണൻ അവകാശപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആരും അയച്ചു തന്നുള്ളതാണ്. അയച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിൽ അണ്ണൻ ചെയ്തൊരു സാധനമാണ് ഈ സാധനം. ഹിന്ദി അതായത് ഈ വോട്ട് മറിച്ചിട്ടുണ്ട്. തൊപ്പി വന്നതിന് ശേഷമാണ് വോട്ട് മറിച്ചത്. അതിന് 3 ലക്ഷം രൂപയാണ് വിനു പറഞ്ഞത്. അതിനുശേഷം വിനുവിന്റെ സ്റ്റാഫിനുമായിട്ട് 4 ലക്ഷം രൂപയാണ് വിനുവിന്റെ കണക്ക്. മൊത്തത്തിൽ 16,82,150 രൂപയാണ് അനുമോൾക്ക് കാണിച്ച ലിസ്റ്റിലുള്ളത്. സത്യം പറഞ്ഞാൽ അനുമോൾ ഞെട്ടി ലിസ്റ്റ് കണ്ടിട്ട്. അനുമോൾ വിനുവിനോട് ചോദിച്ചു, ഇത്ര ചെലവ് നീ എന്തിനു ചെയ്തു? വിനു ഇവനെല്ലാം അറിയും കേട്ടോ. ഇങ്ങനൊരു എമൗണ്ട് കാണിച്ചു, അപ്പോൾ അനുമോൾ ഞെട്ടി. അപ്പോൾ അനുമോൾ ചോദിച്ചു, ഇത്ര എമൗണ്ട് നീ എന്തിനു ചെയ്യും? എല്ലാം കൃത്യമായിട്ട് അറിയാം. അനുമോളുടെ വീട്ടിലേക്ക് അണ്ണൻ CCTV ക്യാമറ വരെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. എല്ലാം വ്യക്തമായിട്ട് അറിയാം. അതായത് ഒരു കഥ മെനഞ്ഞുണ്ടാക്കുന്നതല്ല, അണ്ണൻ വെച്ചങ്ങ് ചാമ്പിക്കോളുമാണ്. സമയത്ത് പറയുകയാണ്, ഇല്ലെങ്കിൽ നീ പുറത്താവുമായിരുന്നു. അതായത് അനുമോളുടെ കുടുംബം വിനുവിനോട് പറയുകയാണ്, എങ്ങനെയെങ്കിലും കപ്പ് ഒന്ന് കിട്ടിയാൽ മതി, എത്ര ചെലവായാലും ഒരു കുഴപ്പവുമില്ല എന്നാണ് വിനുവിനോട് പറഞ്ഞത്. അതുകൊണ്ട് 50 ലക്ഷം രൂപ പ്രൈസ് മണി നമ്മളൊരു 3-3.5 കോടി വരെ മുടക്കാം. അനുമോൾക്ക് കപ്പ് മേടിച്ചു കൊടുത്താൽ മതി, നമുക്ക് പ്രശ്നമില്ല. എത്ര പൈസ വേണമെങ്കിലും ഭാര്യ അറിയാം. അത് കേട്ടപ്പോൾ വിനിയോഗം ചെയ്തു. ഈ 16 ലക്ഷം എന്നുള്ള കണക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന വെച്ചിട്ട് അണ്ണ ഒരു കണക്കങ്ങ് ചാമ്പിയതാട്ടോ. ഇതിനെ ഈ ഒരു വിഷയത്തിൽ അതിൽ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ ഇവന്റെ അച്ഛനും അമ്മയ്ക്കും കൊച്ചച്ഛനും കൊച്ചമ്മയ്ക്കും എല്ലാം വിളിച്ചു. ബേസിക്കലി ഞാൻ ഈ അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിക്കുന്നതിനെതിരാണ്. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ അതിൽ ഈ വിളിച്ചതിനോട് എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. അയാളുടെ അതുൽ വ്ലോഗ്സിന്റെ ആ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു അലിഗേഷൻ പറയാം, ആ അലിഗേഷനകത്ത് എന്തെങ്കിലും സാധൂകരിക്കുന്ന ഒരു സാധനം ഇടേ. ചുമ്മാ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആരും എനിക്ക് അയച്ചെന്ന് അതിൽ 50,000 രൂപ മേടിച്ചു. രാജ് 2 ലക്ഷം, സമ്മർ 5 ലക്ഷം മേടിച്ചു. അവർ മേടിച്ച് ഈ ഇൻസ്റ്റാഗ്രാമിൽ ആരാന്ന് പോലും അറിയാത്ത ഒരാൾ എനിക്ക് അയച്ചെന്ന് ഞാൻ വെച്ചങ്ങ് ചാമ്പി കൊടുത്തു. ഇതാണ് ഈ അണ്ണന്റെ ക്രെഡിബിലിറ്റി. ഇത് മാത്രമല്ല, ഇതിനെതിരെ വീഡിയോ ചെയ്യുകയും മറ്റുള്ളവർ പ്രതികരണമായിട്ട് വന്നു. അപ്പോൾ അതിൽ ഇയാളുമായിട്ട് വിളിച്ച് സംസാരിച്ച സമയത്ത് എൻ്റെ അമ്മ ഭൂലോക ഫ്രോഡാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇതിനുശേഷം ഇപ്പം നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിച്ച വീഡിയോ ആണ് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷം അണ്ണൻ മറ്റൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു. ആ എക്സ്പ്ലനേഷൻ വീഡിയോക്കകത്ത് എനിക്ക് അയച്ചു തന്ന ആരാണെന്ന് ഞാൻ പറയില്ല.
അയാളുടെ വോയിസ് ഞാൻ കേൾപ്പിക്കില്ല, കാരണം അയാളുടെ വോയിസ് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും അയാളെ പോയി തല്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അയാളുടെ ഒന്നും കേൾപ്പിക്കില്ല. ഞാൻ അയച്ച കുറേ സാധനങ്ങൾ കാണിക്കാം. അണ്ണാ ആ സാധനം അണ്ണ മുക്കിയിട്ടുണ്ട് കേട്ടോ. അണ്ണാ അങ്ങോട്ട് അയച്ച സാധനത്തിന്റെ സമയവും ഡേറ്റും കാണിക്കാൻ പറ്റുമോ? എങ്കിൽ ഞാനിത് ഒരു പരിധി വരെ വിശ്വസിക്കാം. ചുമ്മാ ഒരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ചാമ്പി കൊടുക്കുക. നമുക്ക് അതുൽ ബ്ലോഗ്സുമായിട്ട് സംസാരിച്ചേക്കാം. വിചാരിക്കല്ലേ നിങ്ങൾ എല്ലാ വീഡിയോ കാണുന്നവരാണ്. നമുക്ക് നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. ആ രീതിക്ക് ഞാൻ പറയുന്നല്ലോ. ഇത് അതിനെ കണ്ടിട്ടാട്ടോ പരിപാടി തുടങ്ങിയത്. നല്ലതാ, ആശാന്റെ അണ്ണാക്കി തന്നെ ഊതണം കേട്ടോ. അല്ലേ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു അലിഗേഷൻ പറയുമ്പോ നിങ്ങൾക്ക് എന്റെ സ്ഥായിനോട് നിങ്ങൾക്ക് വിളിച്ചിട്ട് ജാരിക്കൊരു അലിഗേഷൻ പറയുമ്പോ അലിഗേഷൻ ആണെന്ന് പുള്ളി തന്നെ അംഗീകരിച്ചു തരുക. ജാരിക്കൊരു അലിഗേഷൻ പറയുമ്പോൾ എന്നോട് ജസ്റ്റ് വിളിച്ച് പറയാം ഇത് ആര് നിനക്ക് എന്റെ വീഡിയോ ഞാൻ പറയുന്നല്ല. ഞാൻ ഇങ്ങനെ ഒരു അലിഗേഷൻ അതുലിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ എന്നെ വിളിച്ച് നേരിട്ട് ചോദിക്കാം, ആരാ നിനക്ക് ഇത് തന്നെന്നുള്ള. എല്ലാം അതിൽ നേരിട്ട് വീഡിയോ ചെയ്യരുത്. നിനക്ക് ഒരുത്തനൊരു വീഡിയോ അയച്ചു തന്നപ്പോൾ, ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നപ്പോൾ നിനക്ക് ഡയറക്റ്റ് വീഡിയോ അടിക്കാം. നിനക്ക് അതിനെ വിളിച്ച് ചോദിച്ചുകൂടായിരുന്നോ അതിലെ ദിവസം ഉള്ളതാണോ അല്ലയോ? അത് പറ്റത്തില്ല. എനിക്ക് മറ്റൊരാൾക്കെതിരെ വായ്ത്തൊന്ന് വിളിച്ച് പറയാം. മറ്റൊരാൾ എനിക്കെതിരെ പറയുമ്പോഴത്തേനും എന്നെ വിളിച്ച് ചോദിച്ച് ശരിയാണോ എന്നൊക്കെ ഉറപ്പുവരുത്തി മറ്റേ ചെയ്തോട്ടെ എന്നുള്ള മുദ്രപത്രത്തിലൊക്കെ ഒപ്പിട്ടിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല എന്റെ പൊന്നതിൽ അല്ല അങ്ങനെയല്ല. അതിൽ ഞാൻ ഇത് പറയുന്നുണ്ടല്ലോ ആദ്യം. ഇത് ഞാൻ പറഞ്ഞതല്ല, എനിക്ക് ഒരാൾ അയച്ചു തന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്. എനിക്ക് അവനാണ് ആവശ്യം. നിനക്ക് അങ്ങനെ അയച്ചെങ്കിൽ എനിക്ക് അവനെയാണ് ആവശ്യം. അല്ല നിങ്ങൾക്കില്ല എന്റെ പെങ്ങന്മാർക്ക് എന്റെ വീട്ടുകാർക്ക് വിളിക്കുന്നതിന് മുമ്പിനോട് ഒരു അവനതിന് ഉത്തരവില്ല. അങ്ങനെ ഒരാളേ ഇല്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിലല്ലേ അവന് മറുപടി പറയാൻ പറ്റൂ. അവൻ അവന്റെ വ്യക്തിത്വം പണയം വെച്ചിട്ട് ആരാണ്ടെയും സംരക്ഷിക്കാൻ പോവാട്ടോ. ഭയങ്കര എത്തിക്സ് ഉള്ളവനാ. പിന്നെ ഞാൻ വിളിച്ച് അറിയിച്ചിട്ട് ഞാൻ വിളിക്കാം. ചീത്ത വിളിക്കണ്ട. അങ്ങനല്ല അല്ല അത് അല്ല എന്റെ സ്ഥാനത്ത് നിങ്ങളുടെ സ്ഥാനത്ത് ഞാൻ അറിയാമോ? നീ എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കും. ഞാനാണ് നീ പൈസ വാങ്ങിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. നീ എന്റെ തന്തയ്ക്ക് നാളേക്ക് വിളിക്കൂല. ഞാൻ അതേ ചെയ്തോളൂ. ആവശ്യത്തിന് നിങ്ങളെ ഭാഗം കറക്റ്റാണ്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞതല്ല ബ്രോ. അത് ഞാൻ നാളെ ഒരു വീഡിയോ ഇടാം എന്ന് പറഞ്ഞിട്ടില്ലേ? നാളെ ഒരു വീഡിയോ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പുള്ളി അടുത്ത വീഡിയോ ഇടും. ആ വീഡിയോ ഇട്ടിട്ട് വീണ്ടും മുക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അറിയേണ്ടത് നിനക്ക് ആരാണ് തന്നത്? തന്നതൊരു ഒരാളാണ്. പക്ഷെ ആളെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാ തന്നത്, മൃഗമല്ല തന്നത്, ഒരാളാ തന്നത്. മനസ്സിലായോ? ഒരു മൃഗമല്ല, ഒരു ആള് തന്നു. പുള്ളിക്ക് ഒരാള് കൊടുത്തു ഇൻസ്റ്റാഗ്രാമില്. ആളാരാന്നറിയത്തില്ല, ഒരാള് തന്നു. ഞാൻ ചോദിക്കാൻ ഇത് കേസ് കൊടുത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ബേസിക്കലി ആർക്കെതിരെ കേസ് കൊടുത്ത് സ്റ്റേഷൻ കയറി ഇറങ്ങി നടന്ന് എനിക്ക് എന്റെ താല്പര്യമില്ല. പക്ഷെ ഇമാതിരി സാധനം ഒരിക്കലും ഒരു തെളിവില്ലാണ്ട് നീ ഞാൻ പറയുന്നത് അതിർലോസ് കേസ് കൊടുക്കണം. കാരണം ഇവൻ കാലാകാലങ്ങളായിട്ട് അതിനെതിരെയും വിവിക്കെതിരെയും പലതരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. ആള് ചെയ്യുന്ന വീഡിയോസ് മൊത്തം ഉട്ടായ്പ സാധനങ്ങളാണ്, മൊത്തം ഫ്രോഡ് സാധനങ്ങളാണ്. അപ്പൊ അതിനെ കുറെ കുറ്റം പറയുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന് ഇഷ്ടമില്ലാത്തൊരു പോയി സപ്പോർട്ട് ചെയ്യുന്നു. വിവിക്കെതിരെ പറയുമ്പോൾ വിവിയെ ഇഷ്ടമില്ലാത്തൊരു പോയി സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് അണ്ണൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ഓഫ് ദി ലെവൽ എന്ന് പറയുന്നത്. ഈ അണ്ണൻ എന്നിട്ട് ബിഗ് ബോസിൽ കയറാൻ എന്താ വഴി എന്ന് ചോദിച്ച് സായിക്ക് മെസ്സേജ് ഇട്ടുണ്ട്, സീക്രട്ട് ഏജന്റിന് മെസ്സേജ് ഇട്ടുണ്ട്. എന്നിട്ട് അതിനുള്ള വഴി നോക്കുക. ഞാൻ ഇപ്പോൾ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കി ഹിറ്റ് ആയി കഴിഞ്ഞാൽ സീസൺ 8 കയറാൻ പറ്റും. ഈ ക്വാളിറ്റിയും വെച്ചുകൊണ്ടാണ് മോനെ സീസൺ 8 കയറുന്നെങ്കിൽ ഉണ്ടല്ലോ പൊളിയായിരിക്കും. നമുക്ക് കണ്ടന്റ് പെരുമഴയായിരിക്കും. നിന്നെ എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട്. ഇവൻ എടുത്ത് ബ്രോ നലക്കെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ 50,000 രൂപ മേടിച്ചെന്ന് ഞാൻ കള്ളം പറഞ്ഞു. അത് ശരി, ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ചാനലിൽ വന്ന വോയിസ് ഞാൻ എടുത്തിട്ട് അത് ഫേക്ക് ആയിട്ട് ഞാനൊരു സാധനം ചെയ്തു, അത് ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ നിങ്ങൾക്കെതിരെ കുറച്ച് കള്ളങ്ങൾ പറയുന്നു, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇതല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഇതൊക്കെയാണ് അണ്ണൻ പറഞ്ഞ സാധനങ്ങൾ. അതിലെന്ത് ചോദിച്ചാലും അത് ഞാൻ ചെയ്തു, അതിന് ഞാൻ മാപ്പുറ ഇരിക്കുകയാണ്. അത് ഞാൻ ചെയ്തത്, അതിന് ഞാൻ മാപ്പുറ ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറ. മറ്റേ മൂഞ്ചി കണ്ടന്റുകൾ ഫേക്ക് സാധനങ്ങൾ കൊണ്ടുണ്ടാണ് നാട്ടുകാർ. നിങ്ങളൊരു വോയിസ് ക്ലിപ്പ് അങ്ങനെ വെച്ച് വിവിയെ എന്നെയും കൂടി നീ വലിച്ചിട്ട് ഒരു സാധനം നീ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കണ്ടന്റ് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. നീ തമ്മിൽ അഴിച്ചു വെച്ചിട്ട് നീ എനിക്ക് ഇട്ടുണ്ടാക്കിയാട്ട് നീ അതിനെ പെട്ടെന്ന് കയറി പോകാൻ വേണ്ടിട്ട്, പെട്ടെന്ന് റീച്ച് ആകാൻ വേണ്ടിട്ട് ഞാനൊരു തോന്നിയ ദിവസം പറഞ്ഞു. അത് അമ്മടെ അതിലല്ലയോ, അതിലെ 4 അവരാത് പറഞ്ഞ് ഇപ്പൊ കയറിപ്പോകാൻ വേണ്ടി ചെയ്തതാ. അതൊക്കെ വലിയ കാര്യമാക്കണ്ടോ എന്റെ പൊന്നതിലെ? നമ്മൾ ചുമ്മാ റീച്ച് ആകാൻ വേണ്ടി ചെയ്തതാ. എന്റെ പൊന്നളിയ. ഈ അതിൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന ആള്
ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം ഏതൊക്കെ തരത്തിലൂടെ വഴികളിൽ കൂടെ കടന്നു പോയിട്ടാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ട് ഞാൻ യൂട്യൂബിലേക്ക് വന്ന ആളാണ്. അദ്ദേഹം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളോട് എനിക്ക് എതിർപ്പുണ്ടായിരുന്നു. അത് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന് എനിക്ക് കറക്റ്റായിട്ടുള്ള മറുപടികളും തന്നിട്ടുണ്ട്. പുള്ളി ഈ ഓഡിയൻസിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഡിയൻസ് പറയുന്ന കാര്യങ്ങൾ അയാൾ സ്വീകരിക്കുന്നുണ്ട്. അയാളെ പോലെ തന്നെ രാജ് ടോക്സ് ആയാലും അതുപോലെ തന്നെ ഇപ്പം പറയുന്ന വിവി ആയാലും സമ്മർ മീഡിയ ആയാലും ഇവരൊക്കെ വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. ഇത് നിങ്ങളെ പോലെ എനിക്ക് റീച്ച് ഉണ്ടാവും എന്നാ പിന്നെ അവന് നാല് വായി തോന്നുന്നു പറഞ്ഞേക്കാം എന്നല്ല. ഇവര് ഉണ്ടാക്കിയെടുത്തൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഇവൻ പറയുന്നതിൽ സത്യമുണ്ടെന്ന് നാട്ടുകാർക്ക് തോന്നിപ്പിച്ചിട്ടാണ് അവരത് എടുത്തത്. വർഷങ്ങളുടെ അധ്വാനം തന്നെ. അത് ഷോർട്ട് കട്ടിൽ കൂടെ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഹിറ്റ് അടിച്ച ആളുകൾ അടിച്ച് തരും എന്ന് മനസ്സിലാക്കുക. ബാക്കിയേക്കാം അല്ലെ അതല്ല അതിൽ ഒരു സംശയം. നിങ്ങൾ ഈ പ്രശ്നം ഞാൻ സോൾവ് ആക്കി ഇതാക്കാം. ഞാൻ തുടങ്ങി നമ്മൾ തമ്മിലല്ലേ എന്തെങ്കിലും തമ്മിൽ പ്രശ്നമുണ്ട് അതിൽ ബ്രോ. നമ്മളെ വീഡിയോ വിഷയം മറ്റാണ് ബ്രോ. നിങ്ങൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു കേട്ടോ. നമ്മൾ അതിൽ കലിച്ച് പൊക്കി നിൽക്കുകയാണ്. അപ്പൊ വിഷയം വരുന്നത് നമ്മൾ തമ്മിൽ മറ്റിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സീനുണ്ടാവും. തമ്മിലൊക്കെ സെറ്റ് ചെയ്യോ. ഇങ്ങനെ അണ്ണൻ ഫുള്ളും മെഴുകിലാണ്, ഉരുളലാണ്. എന്നിട്ട് അണ്ണൻ ഇതിനെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നു. അതിൽ ഞാൻ മാസട കിങ്ങട എന്നിട്ട് അത് പണി പാടുമെന്ന് മനസ്സിലായപ്പോഴത്തേനും അത് റിമൂവ് ചെയ്തിട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എവിഡൻസ് വെച്ചിട്ട് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നീ നാളത്തെ തമ്മിൽ നീ മോശമായിട്ട് എഴുതണ്ട. കാരണം നീ എന്റെ ഫോട്ടോ ചെയ്തോ നാളെ ഇനി ഇടുന്ന വീഡിയോസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നാളെ ഞാൻ എന്ത് പറയണോ? സത്യമായിട്ട് നാളെ ഞാൻ എന്ത് പറയണം അതിൽ പറയുന്നത് നമുക്ക് ചെയ്യാം. എനിക്ക് റിസർച്ചോ എനിക്ക് ക്രെഡിബിലിറ്റിയോ ഞാൻ സത്യം പറ അങ്ങനൊന്നുമില്ല. അതിനെതിരെ ഞാൻ ചെയ്തു. ഇനിയിപ്പോൾ അതിൽ പറയും ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അതുപോലെ ചെയ്യാം. എൻ്റെ അണ്ണ നല്ല നിലവാരമുള്ള കണ്ടന്റ് കേട്ടോ മോനെ നിന്റെ ചാനലിൽ വരുന്നത്. കൊള്ളാം, നീ അടിപൊളിയാടാ, നീ സൂപ്പറാടാ. നമ്മൾ ഒന്നും പറയുന്നില്ല. അതിലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഈ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുന്നത് പുള്ളിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് പുള്ളിയുടെ കാര്യം തെറ്റില്ലെന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. അല്ലെങ്കിൽ നിന്റെ അങ്ങനല്ല അതിൽ ചിലപ്പോൾ 500 പേരായിട്ടാണോ കാണുന്നത്. അത് നിങ്ങൾ നാലാളിലേക്ക് എത്തി കണക്കറിയില്ല. വീഡിയോ നോക്കട്ടെ. എടേ ഞാൻ സ്നേഹത്തോടെ പറയണം, ഇമ്മാതിരി പോക്കർത്തനം കാണിക്കരുത് കേട്ടാ. അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാലും ഞാൻ വീഡിയോ ചെയ്യണം, അതിലൊന്ന് റിയാക്ട് ചെയ്യണം, അതൊന്ന് വേറെയാണ്. ഇതൊക്കെ എല്ലാവർക്കും തോന്നുന്നതാണ്. ഞാനും ഈ യൂട്യൂബിലേക്ക് വന്ന സമയത്ത് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അതുള്ള ഹുസൈനെ ഒന്ന് റിയാക്ട് ചെയ്യണം, ഡാനി സത്യനെ ഒന്ന് റിയാക്ട് ചെയ്യണം, മൂപ്പൻ സ്ലോഗിനെ ഒന്ന് റിയാക്ട് ചെയ്യണം, സീക്രട്ട് ഏജന്റിനെ ഒന്ന് റിയാക്ട് ചെയ്യണം. ഇതൊക്കെ ഞാനും ചിന്തിച്ചിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗമുണ്ട്. ഞാൻ ഇന്ന് വരെ അതിന് വേണ്ടിയിട്ട് അവരെ പ്രൊവോക്ക് ചെയ്യുകയോ മോശമായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ തുടക്ക സമയത്ത് എനിക്കൊന്ന് തമിഴിനെതിരെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ഞാൻ ആ വീഡിയോ മുക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു എത്തിക്സ് പ്രകാരമുള്ള സാധനങ്ങൾ ചെയ്യാട്ടാ. തോന്നിയാസം കാണിച്ച് കയറി കഴിഞ്ഞാൽ എൻ്റെ പൊന്നാണ് ചീത്തപ്പേരുണ്ടാക്കാൻ ഈസിയാണ് കേട്ടാ, നല്ലതാക്കാൻ പറ്റത്തില്ല. ഇതിന് കൊള്ളാം മോനെ കൊള്ളാം. അപ്പോൾ നീ അടുത്ത മെഴുകലുമായിട്ടും അടുത്ത കള്ളക്കഥകളുമായിട്ട് വരും. നമുക്ക് കാത്തിരിക്കാൻ പറ്റുമായിട്ടാണ്. ബൈ.